സങ്കീർണമായ ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യേതര കഥാപാത്രങ്ങൾക്കും കഴിയും. അത്തരമൊരു കഥയാണ് പ്രശസ്ത കഥാകാരിയായ ഗ്രേസിയുടെ തത്തക്കൂട്ട്. ഏകാന്തതയും വാർദ്ധക്യത്തിന്റെ ദുഃഖങ്ങളും അനുഭവിക്കുന്ന കുട്ടിക്കൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് യാദൃച്ഛികമായി കടന്നു വരുന്ന ഒരു തത്തയും അവർ തമ്മിലുള്ള ബന്ധവുമാണ് കഥയുടെ ഇതിവൃത്തം. തത്തയെ കൂട്ടിൽ നിന്ന് തുറന്നുവിടാൻ കുട്ടിക്കൃഷ്ണൻ തീരുമാനിക്കുന്നിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇതിനു മുമ്പും കുട്ടിക്കൃഷ്ണൻ തത്തയെ പലതവണ തുറന്നുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തുറന്നുവിടാനിടയായ സാഹചര്യം ഭാര്യ മരിച്ചതാണ്. അവൾ ഇല്ലാത്ത ഒരു ലോകത്ത് തനിക്കിനി ആരും കൂട്ടിനില്ലെന്ന് തന്നെ അയാൾ വിശ്വസിക്കുന്നു. എന്നാൽ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തത്ത തയ്യാറാവുന്നില്ല. 5-6 കൊല്ലം മുമ്പ് ഒരു ഉച്ചമയക്കത്തിനിടയ്ക്കാണ് അയാൾക്ക് തത്തക്കുഞ്ഞിനെ കിട്ടുന്നത്. കാക്കകളുടെയും ഒരു പക്ഷിക്കുഞ്ഞിന്റെയും ശബ്ദങ്ങളാണ് അയാളെ ഉച്ചമയക്കത്തിൽ നിന്ന് ഉണർത്തുന്നത്. കാക്കകൾ ഒരു തത്തക്കുഞ്ഞിനെ ആക്രമിക്കുന്നതിന്റെ ബഹളമായിരുന്നു അത്. ചോരയൊലിപ്പിച്ച് അവശനായി കിടന്ന തത്തക്കുഞ്ഞിനെ കാക്കകളിൽ നിന്ന് രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടിക്കൃഷ്ണൻ തന്റെ മകനെ ആദ്യമായി കണ്ട നിമിഷമാണ് ഓർക്കുന്നത്. സഹായത്തിനായി അയാൾ ഭാര്യ ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നു. ഉച്ചമയക്കത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭാര്യ. അല്പം അനിഷ്ടത്തോടെ അങ്ങോട്ട് വരുന്നു. കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ചേർന്ന് തത്തയെ ശുശ്രൂഷിക്കുന്നു. പഞ്ഞികൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പിയും മുറിവിൽ മഞ്ഞൾപ്പൊടി തൂവിയും കൊക്കിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തും അവർ അതിനെ പരിചരിക്കുന്നു. ശേഷം തത്തയെ ചാരുകസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലത്തിരുന്നു. അപ്പോൾ തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. മനസ്സിൽ വിങ്ങിവരുന്ന സങ്കടം അമർത്തിപ്പിടിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെ കുറിച്ച് അവർ ഓർക്കുന്നു. അവരെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയാത്തിടത്തോളം അവരുടെ ഓർമ്മകളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ആ ബന്ധങ്ങൾ. തത്തക്കുഞ്ഞ് കണ്ണു തുറന്നു. ഇനി അതിന്റെ ജീവന് അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു. പണ്ട് മക്കൾ മൈനയെ വളർത്തിയിരുന്ന പഴയ ഒരു കമ്പിക്കൂട് കുട്ടിക്കൃഷ്ണൻ തട്ടിൻ മുകളിൽ നിന്ന് എടുത്തു. പഞ്ഞിയും തോർത്തുമൊക്കെ കിടക്ക പോലാക്കി തത്തയെ അതിലിട്ടു. അതിന്റെ മാതാപിതാക്കൾ അന്വേഷിച്ചു വന്നാൽ പറത്തി വിടാമെന്നായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ വൈകുന്നേരമായിട്ടും തത്തക്കുഞ്ഞിന്റെ അച്ഛനോ അമ്മയോ ഒന്നും അന്വേഷിച്ചു വന്നില്ല. ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന് പഴച്ചാറ് കൊടുത്തു. എന്തായാലും കുട്ടിക്കൃഷ്ണൻ പ്രതീക്ഷിച്ച പോലെ തന്നെ തത്ത രക്ഷപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ കുട്ടിക്കൃഷ്ണൻ കൂട് തുറന്ന് അതിനെ സ്വതന്ത്രയാക്കാൻ ശ്രമിച്ചു. എന്നാൽ കൂടിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ തത്തക്കുഞ്ഞ് ശ്രമിച്ചില്ല. അതിന്റെ കണ്ണുകളിൽ ഭയമാണെന്ന് കുട്ടിക്കൃഷ്ണന് തോന്നുന്നു. ചെറിയ തത്ത ആയതുകൊണ്ട് തന്നെ പറക്കാനുള്ള ശക്തിയും വലുപ്പവും അതിന്റെ ചിറകുകൾക്കില്ലാത്തതാവാം കാരണം എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. എന്തായാലും ആ തത്തയെ കൂടെ കൂട്ടാൻ തന്നെ അവരിരുവരും തീരുമാനിച്ചു. മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി കരുതി വെച്ച മുഴുവൻ സ്നേഹവും വാത്സല്യവും അവർ തത്തയ്ക്ക് നൽകുന്നു. അവർ തത്തയെ പുതിയ വലിയൊരു കൂട്ടിലേക്ക് മാറ്റുന്നതിനിടയ്ക്ക് തത്ത മനുഷ്യഭാഷയിൽ സംസാരിക്കുന്നു. ഭാര്യ വിളിക്കുന്ന പോലെ കുട്ടി എന്നാണ് കുട്ടിക്കൃഷ്ണനെ തത്ത വിളിക്കുന്നത്. മനുഷ്യഭാഷ സംസാരിക്കുന്ന തത്തയെ മറ്റു തത്തകൾ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന ഭയത്താൽ വീണ്ടും അവർ തത്തയെ തുറന്നുവിടാൻ വിഫല ശ്രമം നടത്തുന്നു. ഇതിനിടയ്ക്ക് ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നും തത്ത വിളിക്കാൻ തുടങ്ങി. നാക്കുവടിക്കാത്തത് കൊണ്ടാണ് ഭാഗ്യം എന്ന പേര് ഭാഗ്യം ആയതെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി തത്തയെ കളിയാക്കി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ തത്ത കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. എങ്കിലും ഭാഗ്യം എന്ന വിളി മാത്രം മാറ്റമില്ലാതെ തുടർന്നു. അയൽപക്കത്തെ പൂച്ചയെ കണ്ടാൽ അവൾ ഞങ്ങളുടെ മോള, തൊട്ടുപോകരുത് എന്ന് ഭാഗ്യലക്ഷ്മിയും അവൻ ഞങ്ങളുടെ മോന എന്ന് കുട്ടിക്കൃഷ്ണനും പറയും. തത്തയാകട്ടെ ഇതെല്ലാം കണ്ടും കേട്ടും ചിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ തത്ത അവരെ കളിയാക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു.
ഒരിക്കൽ ഭാഗ്യം അടുക്കളപ്പണിയുടെ തിരക്കിൽ നിൽക്കുമ്പോൾ കണ്ടംപൂച്ച വന്നു എന്ന് പറഞ്ഞ് തത്ത അവരെ പേടിപ്പിക്കുന്നു. അത് നുണയാണെന്നറിഞ്ഞപ്പോൾ ഭാഗ്യലക്ഷ്മി പുലി വന്നേ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ നോക്കിയ ഒരുത്തന്റെ അവസ്ഥയാവണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ശാസിക്കുന്നു. വിരുന്നുകാര് വരുന്നുണ്ടെന്ന് നുണ പറഞ്ഞ് കുട്ടിക്കൃഷ്ണനെയും തത്ത ഇടയ്ക്കൊക്കെ പറ്റിക്കാറുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തത്തയുടെ കുറുമ്പ് കാരണം ഒരു തത്തച്ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചുവിടും എന്ന് തമാശയായി ഭാഗ്യലക്ഷ്മി പറയുന്നു. ഇതിനു മറുപടിയായി തത്ത ചോദിക്കുന്നത്, അപ്പോ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണല്ലേ ഭാഗ്യത്തിനെ കെട്ടിച്ചു വിട്ടത് എന്നാണ്. ഇതിനിടെ ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിക്കേറ്റ് കല്യാണം നമുക്ക് കെങ്കേമമായി നടത്താം എന്ന് പറഞ്ഞ കുട്ടിക്കൃഷ്ണനോട് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്ന വലിയൊരു തത്വവും തത്ത പറയുന്നു. തത്തയുടെ കുസൃതികളും കളികളുമൊക്കെയായി ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. ഇടയ്ക്കിടെ മക്കളെയും പേരക്കുട്ടികളെയും എല്ലാം ഓർത്ത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും വിഷമിക്കാറുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തനിക്ക് വിശക്കുന്നു എന്നും കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കുന്നു എന്നുമെല്ലാം പറഞ്ഞ് അവരുടെ ശ്രദ്ധ ആ സങ്കടങ്ങളിൽ നിന്ന് മാറ്റാൻ തത്ത ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അംഗമായി കഴിഞ്ഞ ആ തത്തയാണ് കഥയുടെ തുടക്കത്തിൽ കണ്ട പോലെ കുട്ടിക്കൃഷ്ണൻ തുറന്നുവിടാൻ തയ്യാറാവുന്നത്. 41 വർഷം കൂടെ കഴിഞ്ഞ ഭാര്യ മരിച്ചപ്പോൾ കുട്ടിക്കൃഷ്ണന് ഈ ലോകത്തോട് തന്നെ വിരക്തിയായി. അവൾ ഇല്ലാത്ത ഒരു ലോകത്ത് തനിക്കിനി ആരും കൂട്ടിനില്ലെന്ന് തന്നെ അയാൾ വിശ്വസിക്കുന്നു. ഭാര്യയുടെ ഓർമ്മകളിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് കണ്ട തത്ത അയാളെ ആശ്വസിപ്പിക്കാനായി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി. തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് കണ്ണീർ നിറഞ്ഞ കണ്ണുകളായതിനാൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അയാളുടെ തോളത്തിരുന്ന തത്ത കനുവോടെ അയാളെ നോക്കി കരയല്ലേ കുട്ടി എന്ന് പറഞ്ഞ് സാന്ത്വനിപ്പിക്കുന്നു.